കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. കേരളത്തോടുള്ള അവഗണന ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആവശ്യപ്പെട്ട നമ്മുടെ അവകാശത്തിനനുസരിച്ചുള്ള തുക പോലും നമുക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല നമ്മുടെ പേര് പോലും പരാമർശിക്കപ്പെട്ടിട്ടില്ല എവിടെയും. ഇത് തമിഴ്നാടും കർണാടകയും തെലങ്കാന അടക്കമുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരൊക്കെ ഈ ബജറ്റിൽ തങ്ങളെ അവഗണിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടി നൽകുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ ഒരു അപ്രോച്ചായിരിക്കുമോ? ആവാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഈ ബജറ്റിലെ കേരളത്തോടുള്ള അവഗണന എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ടാണല്ലോ 2 ബജറ്റ് ഇല്ലാത്തത്. മുൻകാലത്ത് റെയിൽവേ ബജറ്റും പൊതു ബജറ്റുമായിട്ട് 2 ബജറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കാലത്തൊരു ചരിത്രം എടുത്ത് നമ്മൾ പഴയ പത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് 2 തവണ കേരളത്തോട് അവഗണന എന്ന് നമ്മൾ ഹെഡ്ലൈൻ കാണാൻ പറ്റും. ഒന്ന് റെയിൽവേ ബജറ്റ് അവതരിപ്പിക്കണം, ഒന്ന് പൊതു ബജറ്റ് അവതരിപ്പിക്കണം. ഇത് പതിവായിട്ടുള്ളൊരു പരിപാടിയായിട്ട് നമുക്ക് മുൻകാലത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. കേരളത്തോട് അവഗണന, കേരളത്തെ പരിഗണിച്ചില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ട് മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പരിധിവരെ സത്യവും ഉണ്ട്. ഒന്ന്, കേരളം വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. ലോക്സഭയിലേക്ക് വളരെ കുറച്ച് അംഗങ്ങളെ മാത്രം അയക്കുന്ന സംസ്ഥാനമാണ്. ജനസംഖ്യ നോക്കുമ്പോൾ കുറവാണ്, ഭൂപരിധി നോക്കുമ്പോൾ ചെറുതാണ്. അപ്പോൾ ഇത്രയും മതി എന്നുള്ളൊരു തോന്നലൊരു പക്ഷേ ഉണ്ടാവാം. ഇതേ തോന്നൽ തന്നെയാണ് കുറേ കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ മുൻകാലം മുതലോ ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളോടൊക്കെ ഉള്ളത്. കാരണം ചെറിയ സംസ്ഥാനങ്ങളാണ്, കുറച്ച് ആളുകളേ ഉള്ളൂ, അല്ലെങ്കിൽ ഉള്ള സ്ഥലത്തിനനുസരിച്ച് കൂടുതൽ ആളുകളില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മതി എന്നുള്ളൊരു തോന്നൽ. ഈ തോന്നലിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. എന്താണ് അതിൻ്റെ ഒരു തുടർച്ച നമ്മളിവിടെയും കാണണം. പിന്നെ സവിശേഷമായിട്ടുള്ളത് ഈ ഭരണകൂടം, അതായത് 2014 മുതൽ അധികാരത്തിൽ വരികയും ഇപ്പോഴും തുടരുകയും ചെയ്യുന്ന ഭരണകൂടം പ്രതിപക്ഷം അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളോട് പൊതുവിൽ കാണിക്കുന്ന മനോഭാവം എന്ത് എന്നുള്ളതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഈ ബജറ്റിലുണ്ട്. അതിൽ തന്നെ കേരളത്തോട് സവിശേഷമായിട്ടുമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും ഈ കേന്ദ്ര സർക്കാരിൻ്റെ, BJPയുടെ, RSSൻ്റെ ഒരു പ്രോ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹാർഡ് ഹിന്ദുത്വ അജണ്ടകളോട് കൂടുതൽ റിയാക്ട് ചെയ്യുന്ന, ആ റിയാക്ഷൻ്റെ തന്നെ ഫോർ ഫ്രണ്ടിൽ പലപ്പോഴും നിൽക്കുന്ന ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തെ മനുഷ്യർ എന്നുള്ള നിലയിൽ കേരളത്തോട് കാണിക്കുന്ന ഒരു വൈരമുണ്ട്. ആ പ്രശ്നവും അവിടെയുണ്ട്. ഇതവിടെ അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു തുടർച്ച ഒരു പക്ഷേ തമിഴ്നാടിനോടും കൂടെ ഉണ്ടാവും. തമിഴ്നാടിനോട് തോന്നുന്നു കുറച്ച് കൂടുതലും ഉണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെയൊക്കെ വിമർശിക്കുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ വിജയം ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിൽ DMKയുടെ നേതൃത്വത്തിൽ നേടുകയും ചെയ്തൊരു സംസ്ഥാനം എന്നുള്ള നിലയിൽ തമിഴ്നാടിനോട് കൂടുതലായിട്ടുണ്ടാവും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആന്ധ്ര ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളോടൊക്കെ ഈ പറയുന്ന വികാരം അവർക്കുണ്ടാവും. അപ്പുറത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണോ പ്രതിപക്ഷം ഭരിക്കുന്നത് ആ സംസ്ഥാനങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ കേട്ടോ, ബജറ്റ് പ്രസംഗം നോക്കുകയാണെങ്കിൽ ബീഹാർ ഒഴിച്ച് വേറെ ഒരു സംസ്ഥാനത്തിൻ്റെയും പേര് ആ ബജറ്റ് പ്രസംഗത്തിൽ പരാമർശിക്കുന്നില്ല. ഒന്നാലോചിച്ച് നോക്കുക, ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് ഭരണഘടനയിൽ എഴുതപ്പെട്ട അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു ഭരണകൂടത്തിന് അവിടെ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധികൾക്ക് എത്രത്തോളം ഒരു അഹങ്കാരം ഉണ്ടാവണം ഒരു ബജറ്റിൽ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി എന്ന് തീരുമാനിക്കണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ബാക്കി എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങളൊക്കെ ചേർന്നിട്ടാണ് അവിടെ ഇവരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ ഞങ്ങൾക്കൊരു സംസ്ഥാനത്തെക്കുറിച്ച് മാത്രമേ പറയേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ പേര് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ എന്ന് തീരുമാനിക്കണമെങ്കിൽ എത്രത്തോളം ഒരു എന്താ പറയുക കേന്ദ്രീകൃത അധികാരം അവിടെ ഉണ്ടാവും. അത് 1-2 തവണ അല്ല 3-4 തവണയല്ല, 5 തവണ 6 തവണയുണ്ട്. വേറൊരു സംസ്ഥാനത്തിൻ്റെയും പേര് പറയണ്ട എന്ന് അവർ തീരുമാനിക്കുന്നെങ്കിൽ എത്രത്തോളം അഹങ്കാരം അവർക്കുണ്ടാവും എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതാണ് സത്യത്തിൽ യഥാർത്ഥത്തിലുള്ളൊരു പ്രശ്നം. കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. കേരളത്തിൻ്റെ മാത്രം പ്രശ്നം എടുക്കുകയാണെങ്കിൽ നമുക്ക് മുൻകാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലത്തെ പത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ അവഗണന നമ്മൾ ഇനിയിപ്പോൾ ഈ അവഗണനയുടെ ചരിത്രം നമ്മൾ വിടുക. ഇപ്പം അനുവദിച്ച പദ്ധതികൾ തന്നെ കേരളത്തിൽ നിന്ന് പോയ ചരിത്രം നമുക്ക് കേരളത്തിൽ ഒരുപാടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ R ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ ഒരു നേതാവ് വൈദ്യുതി മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരുന്നത് ഇതേപോലൊരു സംഗതിയുടെ പുറത്താണ്. കേരളത്തിൽ അനുവദിക്കപ്പെട്ട ഒരു റെയിൽ കോച്ച് ഫാക്ടറി പഞ്ചാബിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ആക്ഷേപം വരുന്നു. അത് കേരളത്തിന് നേരത്തെ അനുവദിച്ചു, കേരളത്തിൽ തുടങ്ങിയില്ല. പിന്നെ ഒരു ബജറ്റിൽ അത് പഞ്ചാബിന് അനുവദിക്കുന്നു, പഞ്ചാബിൽ തുടങ്ങാൻ തീരുമാനിക്കുന്നു. അപ്പോൾ
ആർ ബാലകൃഷ്ണപിള്ള പ്രസംഗിക്കുന്ന ഒരു സംഗതിയാണ്. എറണാകുളത്തെ രാജേന്ദ്ര മൈതാനത്തിലാണ് അന്ന് ആർ ബാലകൃഷ്ണപിള്ള പ്രസംഗിക്കുന്നത്. ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് കേരളത്തിനോടുള്ള അവഗണന മാറണമെങ്കിൽ നമ്മൾ പഞ്ചാബ് മോഡൽ സമരമൊക്കെ തുടങ്ങേണ്ടി വരും എന്ന് പറഞ്ഞു. അതോടെ അന്ന് പഞ്ചാബിൽ ഈ ഖാലിസ്ഥാൻ വാദമൊക്കെ ശക്തമായിരുന്നൊരു കാലത്താണ്. അപ്പോൾ ഉടനെ പഞ്ചാബ് മോഡൽ പ്രസംഗം ബാലകൃഷ്ണപിള്ള നടത്തി എന്ന് പറഞ്ഞിട്ട് അന്ന് കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി, ജി കാർത്തികേയനായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ജി കാർത്തികേയനാണ് പഞ്ചാബ് മോഡൽ പ്രസംഗം ബാലകൃഷ്ണപിള്ള നടത്തിയെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനെ തുടർന്ന് ബാലകൃഷ്ണപിള്ളയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. അതവിടെ നിൽക്കട്ടെ. ഇതേ കോച്ച് ഫാക്ടറിയുടെ വിഷയത്തെ നമ്മൾ വീണ്ടും എടുക്കുക. പാലക്കാട് വീണ്ടും കോച്ച് ഫാക്ടറി അനുവദിച്ചു. ഏത് കാലത്ത്? UPA കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA രണ്ടാം UPA സർക്കാർ അധികാരത്തിലിരിക്കുന്ന കാലത്ത് പാലക്കാട് കോച്ച് ഫാക്ടറി അനുവദിച്ചു. 2012 അതായത് 2011 ഇവിടെ ഭരണമാറ്റം ഉണ്ടായി. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വന്നു. എന്നിട്ട് 2012 അന്നത്തെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ദിനേശ് ത്രിവേദി എന്ന് പറയുന്ന റെയിൽവേ മന്ത്രി പാലക്കാട് കഞ്ചിക്കോട് വന്ന് ഈ കോച്ച് ഫാക്ടറിയുടെ ശിലാസ്ഥാപനമൊക്കെ നിർവഹിച്ച് ഇതാ കോച്ച് ഫാക്ടറി വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിനുള്ള സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. ഇപ്പോഴും ആ സ്ഥലം അവിടെയുണ്ട്. അന്ന് കേരളത്തിൻ്റെ പ്രതിനിധികളായിട്ട് കേന്ദ്രമന്ത്രിസഭയിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. AK ആൻ്റണി പ്രതിരോധ മന്ത്രിയായിട്ടുണ്ടായിരുന്നു. വയലാർ രവി പ്രവാസി കാര്യവും മറ്റേതോ വകുപ്പുകളുടെ മന്ത്രിയായിട്ട്, ക്യാബിനറ്റ് മന്ത്രിമാരായിട്ട്, ഇവർ രണ്ടുപേരും ക്യാബിനറ്റ് മന്ത്രിമാരായിട്ടുണ്ടായിരുന്നു. KV തോമസ് കൃഷി വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായിട്ടുണ്ടായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടായിരുന്നു. E. അഹമ്മദ് ഉണ്ടായിരുന്നു. KC വേണുഗോപാൽ ഉണ്ടായിരുന്നു. ശശി തരൂർ ഉണ്ടായിരുന്നു. 7 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. 2 ക്യാബിനറ്റ് മന്ത്രിമാർ, 1 സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി, ബാക്കി എത്രയാണോ അത്രയും 7 പേരിൽ 4 സഹമന്ത്രിമാരുണ്ട്. ഇത്രയും കേന്ദ്രമന്ത്രിമാർ അവിടെ ഉണ്ടായിട്ടും 2012 തറക്കല്ലിട്ട കോച്ച് ഫാക്ടറി തുടങ്ങാൻ സാധിച്ചില്ല. 2014 ഇവിടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതുവരെ UPA സർക്കാരുണ്ടായിരുന്നു, ഈ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ കോച്ച് ഫാക്ടറി തുടങ്ങാൻ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ ബജറ്റിലുള്ള അവഗണന മാത്രമല്ല, ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും നടപ്പാക്കുന്നതിലുള്ള അവഗണനയും കേരളം നേരിടുന്നുണ്ട്. പിന്നെ കേരളത്തിന് അനുവദിക്കുന്ന വിഹിതം സംബന്ധിച്ചുള്ള അവഗണനയും വേറെ നേരിടുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. കേരളം ഇപ്പോൾ ഇതിനോട് റിയാക്ട് ചെയ്യുമ്പോൾ ജോർജ് കുര്യൻ പറഞ്ഞു, നിങ്ങൾ പിന്നോക്കമല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്ന്. അതായത് കേരളം കുറേ കൂടെ വിദ്യാഭ്യാസത്തിൽ മുന്നോക്കം പോയി, ആരോഗ്യരംഗത്ത് മുന്നോക്കം പോയി. അതുകൊണ്ട് മാത്രം ഒരു സംസ്ഥാനം അവർക്ക് കിട്ടുന്ന വിഹിതം കൊണ്ട് അല്ലെങ്കിൽ തനത് വിഭവങ്ങൾ കൊണ്ട് കുറേ കൂടെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതുകൊണ്ട് അവർക്ക് ഇനിയൊന്നും കൊടുക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞ വാക്കുകളൊക്കെ പ്രസക്തമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.